ബ്രസീലിയൻ ആരാധകർക്ക് ഇനി സമാധാനമായി കിടന്നുറങ്ങാം. കാരണം അവർ ലോകകപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. എർലിംഗ് ഹാലൻഡ് എന്ന വൈക്കിംഗ് കാനറി പക്ഷികളുടെ ചിറകാണ് അരിഞ്ഞത്. ഡോൺ കാർലോയുടെ ബ്രസീലിന് എന്താണ് സംഭവിച്ചത്? സത്യം പറയാലോ ഗൈസ്, ഈ മത്സരം ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഗെയിമിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രസീൽ എളുപ്പത്തിലൊക്കെ ജയിച്ചു പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉണ്ടായിരുന്നത്. എളുപ്പമല്ലെങ്കിൽ പോലും ജയിച്ചു പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉണ്ടായിരുന്നത്. കാരണം വിനീഷ്യസ് എന്തെങ്കിലും മാജിക് കാണിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ഇന്ന് മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരമാണ് കണ്ടത്. അപ്പോൾ അതാണ് ഈ 1 മണിക്കൂർ ലേറ്റായി ഇടിയും മിന്നലൊക്കെ കാരണം. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴാണ് ഹൈലൈറ്റ്സും കാര്യങ്ങളും കണ്ടത്. അതുപോലെ തന്നെ ഓവറോൾ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, കളി കണ്ടവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ശോകമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ബോറ് കളിയായിരുന്നുള്ള കാര്യമാണ് കേട്ടത്. ഹാലൻഡിൻ്റെ 2 ഗോളുകളാണ് ഈ പറയാനുള്ള ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ള 2 കാര്യങ്ങൾ. അത് പുള്ളി ഒന്നും പറയാനില്ല, വേൾഡ്സ് ബെസ്റ്റ് സ്ട്രൈക്കറിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഇപ്പം ഹാരി കെയ്നും ഹാലൻഡുമാണ് കോമ്പറ്റീഷൻ. ഇപ്പം എന്തായാലും ഹാലൻഡ്, എംബാപ്പെ, മെസ്സി ഇവരുടെയൊക്കെ ഒപ്പം 7 ഗോളുകളായിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് കപ്പിൽ തന്നെ 7 ഗോളുകളൊക്കെ അടിച്ചു കൂട്ടി. ഇനിയും അടിച്ചു കൂട്ടാനുള്ള അവസരം ഹാലൻഡിൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും നോർവേ ഹാവ് അഡ്വാൻസ്ഡ്. ബ്രസീൽ പുറത്തുപോയി. ബ്രസീലിൻ്റെ കളി ഇതുവരെ ഈ ഒരു ഇത്രയും കളികളിൽ എനിക്ക് ആക്ച്വലി കുറച്ച് ഇമ്പ്രസീവായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജപ്പാനെതിരെയുള്ള മത്സരമാണ്. ബാക്കിയുള്ള പല മത്സരങ്ങളും ഒരു അത്ര ഇമ്പ്രസീവായിട്ടല്ല തോന്നിയത്. അപ്പോൾ അത് തന്നെ ഈ ഒരു കളി വെച്ച് ബ്രസീൽ എവിടം വരെ പോകുന്നുള്ളൊരു സംശയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷേ കഴിഞ്ഞ ജപ്പാനായിട്ടുള്ള മത്സരത്തിൽ വെച്ച് എന്താ പറയുക, ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ തോന്നി. പക്ഷേ ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബ്രസീൽ പുറത്തു പോവുകയും ചെയ്തു. നെയ്മാറാണെങ്കിൽ റിട്ടയറായി. വേൾഡ് കപ്പില്ലാതെ സുൽത്താനും അടക്കം. ഇപ്പം എന്തായാലും ഞാൻ ഇന്ന് കണ്ട കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരമാണ്. ഇടിവെട്ട് കളിയായിരുന്നുള്ളതാണ്. വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ക്ലാസിക് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മത്സരം. കാരണം എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് കളി പോയിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ മെക്സിക്കോ വളരെ നന്നായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹിമിനസിന് നല്ലൊരു ചാൻസ് കിട്ടി, അത് ഈ പറഞ്ഞ പോലെ പിക്ഫോർഡ് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മെക്സിക്കോ നിന്നു. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ക്വാളിറ്റി നമുക്കറിയാം, അത്രയും ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ക്വാളിറ്റി കാണിച്ചു. പെട്ടെന്ന് തന്നെ പോയി 2 ഗോൾ അടിച്ചു. ബെല്ലിംഗാം 2 ഗോള് വിത്തിൻ 2-3 മിനിറ്റ്സിൽ പുള്ളിക്കാരൻ അടിച്ച് അങ്ങനെ 2 ലീഡ് എടുത്തു. അപ്പോൾ അങ്ങനെ കളി മെക്സിക്കോയുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള സമയത്താണ് മെക്സിക്കോ വീണ്ടും പോയി ഒരു ഗോൾ അടിച്ചത്. അതിന് ശേഷം പിന്നെ ആ 45-ാമത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് മെക്സിക്കോയുടെ ഒരു അറ്റാക്കിംഗ് പ്ലേ ഉണ്ട്. ഈ ഒരു രക്ഷയുണ്ടായില്ല. അമ്മാതിരി പ്രഷറാണ് അവർ വെച്ച് കൊടുത്തത്. ഇപ്പോൾ ഗോളടിക്കുന്നത് തോന്നുന്ന രീതിയിൽ അവർ അത്രയും നല്ല രീതിയിലൊരു അറ്റാക്ക് ചെയ്തു. ഹിമിനസ് ആണെങ്കിൽ പുള്ളിക്കാരനെ എന്താ പറയുക സമ്മതിക്കണം. കാരണം പുള്ളി ഏരിയൽ ഡുവൽസ് ഒക്കെ പുള്ളി വിൻ ചെയ്തുകൊണ്ടിരിക്കുക. അത്രയും നല്ല രീതിയിൽ പുള്ളിക്കാരൻ അവിടെ ഒരു സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ പുള്ളി പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. പക്ഷേ പിക്ഫോർഡാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. പുള്ളിയുടെ ഒരു വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. പിക്ഫോർഡ് ഒരുപാട് സേവുകൾ നടത്തി, മികച്ച സേവുകൾ നടത്തി. അപ്പോൾ അങ്ങനെ കളി 2-1 ഹാഫ് ടൈമിൽ നിന്നു. അതിന് ശേഷം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഒറേലിയുടെ ഒരെണ്ണം പോസ്റ്റുമ്പോൾ കൊണ്ടുപോയി. അപ്പോൾ അതല്ലെങ്കിൽ അവിടെ 3-1 ആവേണ്ടതായിരുന്നു. അതിന് ശേഷമാണ് ക്വാൻസയുടെ റെഡ് കാർഡ് വന്നത്. അപ്പം കളി വീണ്ടും മാറും. ഇനിയിപ്പോൾ കളി മെക്സിക്കോയ്ക്ക് അനുകൂലമായിട്ട് ഷിഫ്റ്റ് ആകും. അപ്പം നമുക്കറിയാം ഇത് സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റൊക്കെയാണ്. അതുപോലെ തന്നെ റെഡ് കാർഡ് 10 പേരായിട്ട് ചുരുങ്ങി. അപ്പോൾ ഇനി ഇംഗ്ലണ്ടിന് രക്ഷയില്ല എന്ന് തോന്നിക്കുന്ന സമയത്താണ് ഗോർഡൻ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ഒരു പെനാൽറ്റി മേടിച്ചെടുത്ത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ 3-1 ഹാരി കെയ്ൻ അടിച്ചു കയറ്റി. പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ടിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഡിഫെൻഡിങ് ആയിരുന്നുള്ളതാണ്. ശരിക്കും ടൂച്ചർ ഈ 10 പേരായിട്ട് ചുരുങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു പ്രത്യേക ഡിഫെൻഡ് ചെയ്യാനൊരു പ്രത്യേക ഇതാണ് പുള്ളിയുടെ ടീമുകൾക്ക്. അപ്പോൾ അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. കാരണം ഇതുപോലത്തെ ഒരു സംഗതി ലിവർപൂൾ വേഴ്സസ് ചെൽസി മത്സരത്തിൽ കണ്ടിട്ടുണ്ട്. ആൻഫീൽഡിൽ പോയിട്ട് അവർ മനോഹരമായിട്ട് ചെൽസി ഡിഫെൻഡ് ചെയ്തു. അപ്പോൾ എന്ന് പറയുന്ന പോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തു. 5-4-0 ഫോർമേഷനിൽ. അതിൻ്റെ ഇടയ്ക്ക് ഹാരി കെയ്ൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു എറർ വന്നു. അപ്പോൾ അങ്ങനെ അവിടെ പെനാൽറ്റി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ഡിഫെൻഡ് ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നെ കളിയുടെ അവസാനമൊക്കെ മെക്സിക്കോ ഭയങ്കര ശോകമായിരുന്നു. ഒരു 90 മിനിറ്റിന് ശേഷം പിന്നെ ഇഞ്ചുറി ടൈമിലൊക്കെ അവരുടെ ക്രോസുകൾ എന്നൊക്കെ പറഞ്ഞാൽ പരമശോകം. ഭയങ്കര അങ്ങോട്ടും പല ക്രോസുകളും ബോക്സിലേക്ക് പോകാതെ പുറത്തേക്കൊക്കെ പോകുന്ന രീതിയിൽ അങ്ങനത്തെ ക്രോസുകളൊക്കെ മെക്സിക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പം അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന കളി പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ അവസാനമാക്കിയപ്പോൾ മെക്സിക്കോയുടെ ഭാഗത്ത് ഉണ്ടായില്ല. ശരിക്കും അതിലൊരു പ്രഷർ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇംഗ്ലണ്ട് താഴെ പോയേനെ. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഒരു ചേഞ്ച്ഡ് മെൻറ്റാലിറ്റിയാണ് ശരിക്കും പറഞ്ഞ് ഈ മത്സരത്തിൽ കണ്ടിരുന്നത്. കാരണം നമുക്കിതറിയാം, വളരെ ടഫായിട്ടുള്ള ഒപ്പോണൻ്റാണ്, ടഫായിട്ടുള്ള സ്റ്റേഡിയമാണ്, അത്രയും ഹോസ്റ്റൈലായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ അവർ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു. 10 പേരായിട്ട് ചുരുങ്ങിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന് വലിയൊരു ബിലീഫായിരിക്കും ഗോയിങ് ഫോർവേഡ്. ഇപ്പോൾ എന്തായാലും കളിക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ജോർഡൻ ഹെൻഡേഴ്സൺ ഒരു അഡ്വർടൈസിങ് ബോർഡിൻ്റെ മുകളിൽ ചാടി കിടക്കാൻ നോക്കിയിട്ട് പുള്ളിക്കാരൻ താഴേക്ക് വീണ്. അങ്ങനെ പുള്ളിയുടെ കൈക്ക്
അപകടം പറ്റി അങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി പിന്നെയുള്ള മത്സരങ്ങൾ മിക്കവാറും മിസ്സാവും. അതുപോലെ മത്സരത്തിന് ശേഷം സ്റ്റേഡിയത്തിൻ്റെ പുറത്തും പല ഭാഗങ്ങളിലും മെക്സിക്കോയിലൊക്കെ ഭയങ്കര വയലൻസും കാര്യങ്ങളൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രസീൽ പുറത്തു പോയ സ്ഥിതിക്ക് നോർവേയും ഇംഗ്ലണ്ടും തമ്മിലായിരിക്കും ഇനി ക്വാർട്ടർ ഫൈനൽ നടക്കാൻ പോകുന്നത്. തീർച്ചയായും കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇംഗ്ലണ്ടിന് തന്നെയാണ് അപ്പർ ഹാൻഡ്. ബട്ട് ഹാലൻഡ് വേഴ്സസ് ഇംഗ്ലീഷ് ഡിഫൻഡേഴ്സ്, അതാണ് ഇനി കാത്തിരിക്കാൻ പോകുന്ന പോരാട്ടം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.